വയനാട് പുൽപ്പള്ളിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി വയോധികന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. വീടും സ്ഥലവും നൽകാമെന്ന എഡിഎമ്മിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. 2 ദിവസത്തിനകം കളക്ടർ ഉന്നതിയിലെത്തുമെന്നും എഡിഎം ഉറപ്പ് നൽകി. അതേസമയം കടുവകളുടെ പ്രജനന കാലമായതിനാൽ ജാഗ്രത പുലർത്തണമെന്നാണ് വനം വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നലെ ദേവർഗദ്ദയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമൻ എന്ന വയോധികൻ്റെ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ഇന്ന് വലിയ പ്രതിഷേധത്തിലായിരുന്നു. കാരണം അവരെ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഉറപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബങ്ങളും അവിടെ വലിയൊരു പ്രതിഷേധം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ അവർ തടസ്സം നിൽക്കുകയാണ് ചെയ്തത്. കളക്ടർ അവിടെ സംഭവസ്ഥലത്ത് എത്തണമെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തന്നെ കളക്ടർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ എഡിഎം ഇവരുമായിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായത്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം എന്നുള്ള ഉറപ്പ് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അവർക്ക് വീടും സ്ഥലം വേണമെന്നുള്ളതാണ്. അത് ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് എഡിഎം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20 ലക്ഷം രൂപയാണ് അവർ ചോദിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യങ്ങളായതുകൊണ്ട് അതിനൊരു ഉറപ്പ് കൊടുത്തില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഈ ഉന്നതിയിൽ കളക്ടർ എത്തുമെന്നുള്ള ഉറപ്പിൻ്റെ മേലെയാണ് അവർ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിക്ക് കുടുംബം ഒപ്പിട്ട് കൊടുത്തതുമായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അവർ ആവശ്യപ്പെടുന്നത് കൂടുതൽ പണം വേണമെന്നുള്ളതാണ്. പക്ഷേ സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയിൽ 6 ലക്ഷം രൂപ അല്പസമയത്തിനുള്ളിൽ തന്നെ അവർക്ക് കൈമാറുമെന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ബാക്കി 4 ലക്ഷം ഒരാഴ്ചയ്ക്കുള്ളിലോ മറ്റോ കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അവരുടെ വീടും സ്ഥലവും അത് അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ കളക്ടർ ഉന്നതി സന്ദർശിച്ച് അവരുമായി കൂടുതൽ ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. എന്തായാലും വലിയൊരു ദാരുണമായ സംഭവമാണ് അവിടെ നടന്നത്. കാരണം വയനാടിനെ സംബന്ധിച്ച് പലയിടങ്ങളിലും കടുവ ഇറങ്ങുന്ന ഒരവസ്ഥ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു. എന്തായാലും കുടുംബം വലിയ വിഷമത്തിലാണെങ്കിലും അവർ പിന്നീട് ഈ ഒരു പ്രതിഷേധത്തിൽ അവർ കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവർ പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി കൊടുക്കുകയും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റൊക്കെ നടന്ന് തീരണമെങ്കിൽ ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം വരും. അതിനുശേഷമായിരിക്കും ഈ ബോഡി ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും ഇനി മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നാട്ടുകാരുമായിട്ടും കുടുംബവുമായിട്ടും ഇപ്പോൾ ചർച്ച നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർക്ക് കളക്ടർ സംഭവ സ്ഥലത്ത് എത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കളക്ടർക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ കളക്ടർ ഉന്നതിയിൽ എത്തുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്.